വേടനാണ് താരം. കറുപ്പും വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വേടനെ പറ്റി നമ്മൾ നേരത്തെ 1-2 എപ്പിസോഡുകൾ ചെയ്തു. ഒരു കൊച്ചു പയ്യൻ സമുദായത്തിൽ നിന്ന് ഉയർന്നു വരുന്നു. അയാളൊരു തരംഗമാകുന്നുണ്ട്. ഇടയ്ക്ക് 1-2-3 കേസുകളിൽ കനകം മൂലം, കാമിനി മൂലം, കഞ്ചാവ് മൂലം എന്നൊക്കെ പറഞ്ഞ് പണ്ടാരോ പറഞ്ഞമാരോ 1-2 കേസുകളിലൊക്കെ ചെന്ന് പെട്ടുപോയി. അതൊക്കെ യുവത്വത്തിന്റെ തിളപ്പിൽ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു ശകലം ഒരു മീട്ടു വരും, ഒരു കഞ്ചാവ് വരും, ഒരു പുലിപ്പല്ല് വരും, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ജാമ്യം കിട്ടാന്നുള്ള കുറ്റങ്ങളേ ഉള്ളൂ. ഇതൊക്കെ കറക്റ്റ് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. ഇതിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കുറെ സംഖ്യകൾ വന്നിരുന്ന് അലക്കുക. അവർക്ക് വേടന്റെ അമ്മയുടെ പേരറിയണം, വേടന്റെ വീട് എവിടെയാണെന്ന് അറിയണം, വേടൻ തമിഴ് പുലി ആയിരുന്നോ എന്നറിയണം, പിന്നെ വേടന് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നോ എന്നറിയണം, വേടന്റെ കവിതകളിൽ എന്തെങ്കിലും അക്ഷരത്തെറ്റുകൾ ഉണ്ടോ എന്നറിയണം. എന്തൊക്കെ അവർക്ക് അറിയേണ്ടത്? ഒരു അധസ്ഥിത വിഭാഗത്തിൽ നിന്ന് ഒരു പയ്യൻ വന്ന് ഒരു തരംഗമായി കുറച്ച് പാട്ടൊക്കെ പാടി 2020 തൊട്ട് 2022 വരെയുള്ള കുറച്ച് സമയം പുള്ളിക്കാരൻ സൈലന്റ് ആയിപ്പോയി. അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നെ അന്വേഷിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് അവരന്വേഷിച്ചോട്ടെ, നമുക്കറിയേണ്ട കാര്യമില്ല. വേടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അദ്ദേഹത്തിന്റെ പാട്ട് മാത്രം നോക്കിയാൽ മതി. പാട്ട് കൊള്ളാമോ, പിന്നെ പാട്ടിന്റെ സന്ദേശം കൊടുക്കുന്നുണ്ടോ, അത് കഴിഞ്ഞിട്ട് ആൾക്കാർ തമ്മിൽ വിരളി പിടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ടോ, ഇതൊക്കെ ലോ ആൻഡ് ഓർഡർ വിഭാഗം നോക്കേണ്ട കാര്യം. അതിന് ഗവൺമെന്റ് വേണ്ട ശ്രദ്ധ എടുക്കണം. കാര്യം വേടന്റെ ഒരു പരിപാടി മുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ എല്ലാവരും ചെളിവാരി എറിഞ്ഞ എക്യുപ്മെന്റ് മുഴുവൻ കേടാക്കി, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാൻസ് ആണ് വേടനുള്ളത്. അപ്പൊ അവരുടെ ആവേശം ഉണ്ടാവുന്ന ഫാൻസാണ്. ഇപ്പൊ മോഹൻലാലിനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫാൻസ് എല്ലാം കൂടെ വന്നിട്ട് കുറെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കും. അതൊക്കെ എവിടെയും എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. കാര്യം ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാരുടെ തന്നെ തലയ്ക്കകത്ത് വലിയ സാധനങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. പിന്നെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് വിടുന്നുണ്ട്. പ്രത്യേകിച്ചും മീഡിയം ചാനലൊക്കെ നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി എന്ന് കേട്ടപ്പോഴത്തേക്ക് അത് നമ്മുടെ നിസ്കാര പള്ളിയാണോ എന്ന് വിചാരിച്ചുകൊണ്ട് പണ്ട് മദനിയോടെ കയറിയതായിട്ട് അറിയാം. ഇങ്ങനെ ഈഴവ സമുദായത്തെ മുഴുവൻ നവോത്ഥാനത്തിൽ കൊണ്ടെത്തിച്ച് മദനിക്ക് അവിടെ ഒരു സംവിധാനമൊക്കെ ചെയ്തു കൊടുത്ത് സഖാവാണ് അദ്ദേഹം. സഖാവെന്ന് പറയാൻ പറ്റില്ല, ഈ ത്രികാല പൂജ എന്ന് പറയുന്ന പോലെയാണ്. നമ്മുടെ ചോറ്റാനക്കര ദേവിയെ പറ്റിയിട്ട് ഒരു സങ്കല്പമുണ്ട്. രാവിലെ സരസ്വതിയായിട്ടും ഉച്ചയ്ക്ക് മഹാലക്ഷ്മിയായിട്ടും രാത്രി രുദ്രയായിട്ടുമാണ് അവതരിക്കുന്നത്. അപ്പോ ഈ നമ്മുടെ വെള്ളാപ്പള്ളിയെ പറ്റിയിട്ടും ആൾക്കാർ പറയുന്നുണ്ട്, രാവിലെ BJP, ഉച്ചയ്ക്ക് കോൺഗ്രസും, വൈകുന്നേരം കമ്മ്യൂണിസ്റ്റും ആണെന്ന് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, അത് അദ്ദേഹത്തെ അറിയാന്നുള്ളവർക്കറിയാം. അദ്ദേഹത്തിന്റെ നിലപാടുകൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ പതുക്കെ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നതാണ്. എന്തായാലും ആ ഈഴവ സമുദായത്തൊക്കെ ഏകദേശം ഉദ്ധരിച്ചു, ഏകദേശം നവോത്ഥാനത്തിലേക്ക് കൊണ്ടെത്തിച്ച് ഒരു വഴിക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോ വേടന്റെ സമുദായത്തെയും ഉദ്ധരിച്ച് കളയാമെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. അപ്പോ അതിനു വേണ്ടിയിട്ട് മീഡിയം ചാനല് കയ്യും നെയ്യും മറന്ന് സഹായിക്കുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രൊമോട്ടർ നമ്മുടെ മീഡിയ വൺ ചാനലാണ്. നല്ല രീതിയിൽ നടന്നു പോട്ടെ, കൂടുതൽ പ്രോഗ്രാം കിട്ടട്ടെ. ഇതിനിടയ്ക്ക് വേടൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ 2 മാസത്തേക്ക് അവധി എടുക്കുകയാണെന്ന് പറയുന്നത്. അതിന് എന്തെങ്കിലും അറസ്റ്റ് ഭയന്നിട്ടാണെന്ന് പുള്ളിക്കാരന്റെ ഫാൻസുകാർ എന്ന് സംശയിക്കാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും കുറച്ച് നിയമ നടപടികളൊക്കെ ബാക്കിയുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേടൻ നല്ല ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ശബ്ദമൊക്കെ ഒന്ന് മിനുക്കി വീണ്ടും ആരാധകരെ ത്രസിപ്പിക്കാൻ വേണ്ടിയിട്ട്, വേദികളെ കീഴടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മനോഹരമായ ശബ്ദവുമായി നമ്മുടെ ഇടയിലേക്ക് വരുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.